ദൈവതിരുനാമത്തിന് ഇന്നും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് ശ്രേഷ്ഠരുമായ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവിക നന്മകളാലും സ്വർഗീയ അനുഗ്രഹങ്ങളാലും അനുദിനവും നമ്മെ അനുഗ്രഹിച്ചു എപ്പോഴും കൂടെ ഇരുന്ന് ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ച് ആവശ്യക്കാർക്ക് അനുഗ്രഹങ്ങളും നന്മകളും പ്രദാനം ചെയ്ത് അക്കരെ നാട്ടിലെത്തുവോളം പിരിയാതെ നൽസഖിയായി കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവിന്, നമ്മുടെ പിതാവായ ദൈവത്തിന്, നമ്മെ വഴികാട്ടിയായി വഴി നയിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് എല്ലാറ്റിനും കാരണഭൂതനായ ദൈവത്തിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 18 വാക്യം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 18 വാക്യം. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ഹാഗാറിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഈ ചരിത്രം. അബ്രാഹാമിനാൽ ഗർഭവതിയായ ഹാഗാറിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, സാറയുമായിട്ടുള്ള ഇഴുകിച്ചേരാൻ പറ്റാത്ത, ഇണങ്ങിച്ചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ആ കലഹത്തിൻ്റെ വെളിച്ചത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അബ്രാഹാമിനെയാണ് 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒരു തുരുത്തി വെള്ളവും അല്പം അടയും കൊടുത്ത് ഹാഗാറിനെയും പൈതലിനെയും കൂടെ മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ദീർഘദൂര യാത്ര, എങ്ങോട്ടെന്നറിയാതെ ഹാഗാർ കുഞ്ഞുമായിട്ട് പോവുകയാണ്. ബേർശേബ മരുഭൂമിയുടെ നടുക്കെത്തുമ്പോൾ കയ്യിലെ വെള്ളം തീർന്നു, കൊണ്ടുവന്ന ആഹാരം തീർന്നു, ദാഹിക്കാൻ തുടങ്ങി. മരുഭൂമിയിലാണ്, ശരീരത്തിൽ നിന്ന് പോലും വെള്ളം വാർന്നു പോകുന്ന, ഊഷരമായിരിക്കുന്ന, കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ കീഴെ ഒരിറ്റ് തണലില്ലാതെ ഈ കുഞ്ഞുമായിട്ട് അമ്മ നടന്ന് എങ്ങും എത്താത്തൊരു സ്ഥിതിയായി. ഈ മരുഭൂമിയുടെ നടുക്ക് വീണ് തകരും എന്നുറപ്പായി. ആ സാഹചര്യത്തിൽ ഒരു കുറുങ്കാട്ടിലെവിടെയോ ഈ കുഞ്ഞിനെ കൊണ്ടിട്ടതിന് ശേഷം ഹാഗാർ അലറിക്കരയുന്ന കരച്ചിൽ ലോകത്തിലെ ദൈവമക്കളുടെ കാതുകളിൽ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പ്രഭാഷണ വേദികളിൽ, പ്രസംഗ ശൈലിയിൽ എത്രയോ പ്രാവശ്യം ഈ സംഭവങ്ങളൊക്കെ നമ്മളെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. വാവിട്ട് നിലവിളിക്കുക, കുഞ്ഞും നിലവിളിക്കുക, അമ്മയും നിലവിളിക്കുക, എല്ലാവരും കൈവിട്ട് ഓടിത്തീർക്കാൻ പറ്റാത്ത ഊഷര മരുഭൂമിയിൽ, എങ്ങും എത്താത്ത സാഹചര്യത്തിൽ, ചൂടേറിയ സാഹചര്യത്തിൽ രണ്ടുപേരും തീരുമെന്നോർത്ത് കുഞ്ഞിനെ ചൊല്ലി വിലപിക്കുകയും ജീവിതം അവസാനിച്ചു എന്ന് കൺമുമ്പിൽ കണ്ട് അങ്ങനെ തകർന്ന് കരയുന്ന ഈ അമ്മയും കുഞ്ഞും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓടിയിട്ടും എങ്ങും എത്താത്ത മരീചിക മാത്രം കൺമുമ്പിൽ കണ്ടുകൊണ്ട് എങ്ങും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ഒരു സാഹചര്യവുമില്ലാത്ത, എവിടെ എത്തുമെന്നറിയാറ് ഇല്ല, എത്തേണ്ടിടത്ത് എത്താൻ പറ്റില്ലെന്ന് വിചാരിച്ച് മനസ്സ് തകർന്നു എന്ന് വിചാരിച്ച് ഈ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താകുമെന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിക്കണേ. ഏത് കൊടിയ മരുഭൂമിയിലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എല്ലാ കരുതലും തീർന്നാലും തലയ്ക്ക് മീതെ ദൈവമുള്ളിടത്തോളം കാലം തനിക്കുള്ളവരെ കരുതാൻ, ഏത് തണലില്ലാത്ത സാഹചര്യത്തിലും കരുതാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു വലിയ ഗുണപാഠമാണ് ഹാഗാറും പൈതലും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുപോലത്തെ സാഹചര്യത്തിലൂടെ ആരെങ്കിലും ഏകാന്തത അനുഭവിച്ച്, തള്ളപ്പെടൽ അനുഭവിച്ച്, പ്രതീക്ഷകൾ മങ്ങി എങ്ങുമെത്താതെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂതും, നിങ്ങൾക്ക് ഈ വചനവും ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒരു വലിയ മാറ്റം ഹാഗാറിനും കുഞ്ഞിനും കിട്ടിയതുപോലെ വരട്ടെ എന്ന് ഞാനും ദൈവത്തോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാൻ വന്ന പ്രധാന കാര്യം നിങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അവിടെ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ മരുഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഹാഗാറിനോട് പറയുകയാണ്, നീ പൈതലിനെ അഥവാ ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. നീ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. കൊച്ചിനെ താങ്ങി എഴുന്നേൽപ്പിക്കുക.
ഞാൻ അവനെ ഒരു ജാതിയാക്കും. നീ താങ്ങി എഴുന്നേൽപ്പിക്ക്, ഞാൻ ജാതിയാക്കാം. ഒന്നോടെ ആ ലോജിക്, ആ സംവിധാനം, ആ വാക്ക് നിങ്ങളൊന്നോടെ നാവുകൊണ്ട് പറഞ്ഞു നോക്കി. നീ താങ്ങി എഴുന്നേൽപ്പിക്ക്, ഞാൻ വലിയ ജാതിയാക്കാം. നമുക്കൊരു റോളുണ്ട്, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമുക്കൊരിക്കലും ഒരാളെ ഒരു വലിയ ജാതിയാക്കാനോ സമ്പന്നനാക്കാനോ ഒന്നും പറ്റിയെന്നിരിക്കില്ല. നമ്മുടെ പിള്ളേരെ പോലും ശരിയല്ലേ, നമുക്ക് ആഗ്രഹിക്കാം, കരയാം, പ്രാർത്ഥിക്കാം, ഉപദേശിക്കാം, മുട്ടയിലിരുന്ന് ഉപവസിക്കാം. അതിനപ്പുറമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മക്കളുള്ള എല്ലാവരും കേട്ടെ, മക്കളെക്കുറിച്ച് എന്തെങ്കിലും ഭാരമുള്ളവർ കേട്ടെ, കുഞ്ഞുങ്ങളെ ചൊല്ലി ഒത്തിരി കരയുന്നവർ കേട്ടെ, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു തരം തളർന്നു കിടന്ന് മരുഭൂമിയിൽ തീരുകയാണ്. ഭാവിയില്ല, ജീവിതമില്ല, ഒന്നുമില്ല, പഠിത്തമില്ല, ഒന്നുമില്ല, പഠിച്ചിട്ടും ഗുണമില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുക്കപ്പെട്ടവരുടെ അമ്മമാരോ അപ്പന്മാരോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മോനെ വലിയവനാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളല്ല അത് ചെയ്യുന്നത്, ദൈവമാണത് ചെയ്യുന്നത്. ഭാവി സെറ്റ് ചെയ്യുന്നത് ദൈവമാണ്, നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല. അവരെത്തിക്കേണ്ടത് ഇടത്ത് എത്തിക്കുന്നതും ദൈവമാണ്. നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ പറ്റുള്ളൂ. ഏത്? ഹാഗാറിനോട് പറഞ്ഞു, നീ അവനെ കൊണ്ടുപോയി വലിയവനാക്ക് എന്നല്ല പറഞ്ഞത്. അങ്ങനെ ആക്കാൻ ഒരമ്മയ്ക്കും പറ്റില്ലെന്ന് ദൈവത്തിനറിയാം, ഒരപ്പനും പറ്റില്ലെന്ന് ദൈവത്തിനറിയാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരപ്പന്, അമ്മയ്ക്ക്, ഒരു കർത്തൃദാസന്, ഒരഭ്യുദയകാംക്ഷിക്ക്, ഒരു സഹായകന് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അത്രയേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം അത്രേ പറയുന്നുള്ളൂ. എന്തു പറഞ്ഞു? നീ അവനെ വലിയവനാക്ക് എന്നല്ല പറഞ്ഞത്. നീ അവനെ കൊണ്ടുപോ, നീ കൂടി ഒത്തു നിന്നല്ലേ ഇങ്ങനെ ഒരു സന്തതി ജനിച്ചത്, അവനെ കൊണ്ടുപോയി വലിയവനാക്ക് എന്നല്ല പറഞ്ഞത്. നിന്നെക്കൊണ്ടതൊക്കത്തില്ല മോളെ, നിന്നെക്കൊണ്ടതൊക്കത്തില്ല. ഈ 2 കുഞ്ഞുങ്ങളെ വലിയവനാക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്, നിനക്ക് കണ്ണീരുണ്ട്, പ്രാർത്ഥനയുണ്ട്, അത്രയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ മതി. എന്താ ദൈവം പറഞ്ഞത്? ഹാഗാറേ, നീ താങ്ങി എഴുന്നേൽപ്പിക്ക്. ഒരു താങ്ങി എഴുന്നേൽപ്പിക്കൽ. അതെങ്ങനെ? ചിലപ്പോൾ ചിലർക്ക് കൈത്താങ്ങൽ ഒത്തിരി വേണ്ടി വരും, താങ്ങി എഴുന്നേൽപ്പിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാ, കൊച്ച് ചത്തിട്ടില്ല, കൊച്ച് 0യിലേക്ക് എത്തിയിട്ടില്ല, തീർത്തും പോയിട്ടില്ല. അമ്മയൊന്ന് താങ്ങിയാൽ അവൻ എഴുന്നേക്കാനുള്ളതേ ഉള്ളൂ എന്ന് ഈ വാക്യത്തിനകത്ത് നിന്ന് ഇന്ന് ഞാൻ കണ്ടെന്ന്. നിങ്ങളുടെ നഷ്ടബോധം, നിങ്ങളുടെ തകർന്നു പോയ സംഭവം, നിങ്ങളുടെ ജീവിതം ഇരുന്നു പോയി, നിങ്ങളുടെ പ്രതീക്ഷകൾ മങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിലപിക്കുന്ന വിഷയം തീർന്നിട്ടില്ല. നിങ്ങളൊന്ന് താങ്ങിയാൽ എങ്ങനെ നോക്കും പാസ്റ്ററെ എന്നൊരു ചോദ്യം മനസ്സിൽ വരില്ലേ? കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ അവരെ കൈത്താങ്ങൽ കൊടുക്ക്, സ്നേഹത്തിൻ്റെ കൈത്താങ്ങൽ കൊടുക്ക്, ഉപദേശത്തിൻ്റെ കൈത്താങ്ങൽ കൊടുക്ക്. കൂടെ ഇരുത്തി എല്ലാവരും കുറ്റം പറഞ്ഞ് തോൽവി തന്നെ സ്വീകരിച്ച ആ പൈതലിനെ നിങ്ങൾ പതുക്കെ ഒന്ന് തലോടി, അമ്മയല്ലേ അപ്പനല്ലേ ഒന്ന് ചേർത്ത് നിർത്തി ഒരു കൈത്താങ്ങൽ കൊടുക്ക്. താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറ്റും നമുക്ക് പലരെയും. രോഗമോ പ്രയാസമോ ക്ഷീണമോ എന്തു വന്നാലും, തോൽവിയോ എന്തു വന്നാലും, ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഒരു ഉലച്ചിൽ വന്നു, എല്ലാവരും ഇട്ടിട്ട് പോയി, മരുഭൂമിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയതുപോലെ നിൻ്റെ കുഞ്ഞിനെ എറിഞ്ഞിട്ട് പോയാൽ അമ്മ എങ്ങനെ കളഞ്ഞിട്ട് പോകും? എങ്ങനെ കുറ്റം പറയും? അരുത്. നിൻ്റെ കുഞ്ഞിനെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചു, ബാക്കി ദൈവം ചെയ്യും. എന്തായി മാറി? ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? നീ ഒന്ന് പതുക്കെ താങ്ങിക്കേ, നീ ഒന്ന് പതുക്കെ കൈത്താങ്ങൽ കൊടുത്തേ, ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചേ. നീ താങ്ങി എഴുന്നേൽപ്പിക്കുമ്പോൾ ഇപ്പറേ ഞാൻ അവനെ വലിയൊരു ജാതിയാക്കിക്കോളാം, വലിയ ജാതിയാക്കിക്കോളാം. അമ്മയൊന്ന് കൈത്താങ്ങൽ കൊടുത്താൽ, സഭയൊന്ന് കൈത്താങ്ങൽ കൊടുത്താൽ, ഞങ്ങളെപ്പോലത്തെ ഏതെങ്കിലും 1-2 ഉപദേശിമാർ ഒന്ന് കൈത്താങ്ങൽ കൊടുത്താൽ, ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചാൽ ബാക്കി ദൈവം ചെയ്തോളും. അതാ ബൈബിളിൻ്റെ സിസ്റ്റം. ബൈബിളിൻ്റെ സിസ്റ്റം അതാ. ദൈവം എല്ലാം ചെയ്തോളും എന്ന് ഓർത്തോളം നീ മാറിയിരുന്നാൽ ഒന്നും ചെയ്യുകയല്ല. ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിയാൽ എങ്ങും എത്തിയല്ല. പിന്നെ എന്താ? നീ പതുക്കെ താങ്ങി എഴുന്നേൽപ്പിക്കുകയും ദൈവം വലിയവനാക്കുകയും. എന്ത് സുന്ദരമായിരിക്കുന്ന സിസ്റ്റമാണ് ദൈവമക്കളെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവ എല്ലാ ദിവസവും കൂടെ ഇരുത്തി, ധൈര്യപ്പെടുത്തി, വചനം പറഞ്ഞു കൊടുത്ത്, തലേ കൈവച്ച് ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചോ. ദൂരത്താണ് അവരെങ്കിൽ എന്നും ഫോൺ ചെയ്ത് ഇച്ചിരി നേരം
വിശേഷം മാത്രം ചോദിക്കാതെ ഇച്ചിരി ധൈര്യപ്പെടുത്തുക. അമ്മയ്ക്കത് പറ്റുമെന്ന്, അപ്പനത് പറ്റും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ദൈവദാസനോടൊക്കെ പറ, ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ, ബാക്കി ദൈവം ചെയ്യും. അവൻ ആരായി എന്ന് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? താഴത്തേക്ക് വായിക്കുമ്പോൾ 20-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ, അവൻ മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. വില്ലാളി എന്നുള്ളത് ഒരു മലയാളത്തിലെ അമ്പമില്ലുകൊടുത്ത് പോരാടുന്നവൻ. പക്ഷെ വില്ലാളി എന്നതിൻ്റെ ഒറിജിനൽ ഞാനൊന്ന് പരിശോധിച്ചു, അത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുന്നവൻ, വർദ്ധിപ്പിക്കുന്നവൻ, എന്ത് ചെയ്താലും വർദ്ധിപ്പിക്കുന്നവൻ, മൃഗസമ്പത്തിനെ, സ്വത്തിനെ എല്ലാം. ഒന്നും നശിപ്പിക്കുന്നവനല്ല, ഒന്നും തൂത്തുവാരി തകർക്കുന്നവനല്ല, വർദ്ധിപ്പിക്കുന്നവനായി മാറി. കുറച്ചുകൂടെ മുന്നോട്ട് പോയി 25-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോഴേക്ക് എഴുതിയിരിക്കുന്നു, ഇശ്മായേൽ 12 പ്രഭുക്കന്മാരെ ജനിപ്പിച്ചു. അപ്പോൾ ഹാഗാർ ആരായി മാറി? ഈ താങ്ങി എഴുന്നേൽപ്പിച്ചവൻ്റെ 12 പ്രഭുക്കന്മാരുടെ വെല്ലുമ്മച്ചയായി മാറിയില്ലേ? പണ്ട് മരുഭൂമിയിൽ വെച്ച് ചത്താ മതി, കൊച്ചു ചാവുന്നു എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ നിരാശപ്പെട്ട് കണ്ണടച്ച് പുറത്തേക്ക് മാറിക്കിടന്നായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഏകാന്തതയുടെ, ഇല്ലായ്മയുടെ, കടുത്ത മരുഭൂമിയുടെ നടുവിൽ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചാൽ, നീ താങ്ങി എഴുന്നേൽപ്പിക്കുന്നത് ഒരു വലിയ ജാതിയായിരിക്കും. നീ താങ്ങി എഴുന്നേൽപ്പിക്കുന്നത് എല്ലാം നശിപ്പിക്കുന്നൊരു സന്തതിയല്ല. പിന്നീട് പറയേണ്ടി വരില്ല, മരുഭൂമിയിൽ നീ ചത്തുപോയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഇല്ലായിരുന്നടാ എന്ന് എത്രയോ പേര് പറയുന്നത്. ഇല്ല, നിങ്ങൾക്കത് വരില്ല. നിങ്ങൾ താങ്ങി എഴുന്നേൽപ്പിക്കുന്നത് എല്ലാം വർദ്ധിപ്പിക്കുന്ന, അമ്മയ്ക്ക് സമാധാനം, അപ്പൻ്റെ സന്തോഷം, വീട്ടിലെ സ്വത്ത്, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു സന്തതിയെ നമുക്ക് താങ്ങി എഴുന്നേൽപ്പിക്കാം. നിങ്ങളുടെ പിള്ളേർക്കത് സിദ്ധിക്കട്ടെ. ഞാൻ അതിനാണ് ഇത് പറയുന്നത്. കുറേ കൂടി കഴിയുമ്പോൾ നിങ്ങളെന്ന മരുഭൂമിയിൽ താങ്ങി എഴുന്നേൽപ്പിച്ച സന്തതിയിൽ നിന്ന് പ്രഭുക്കന്മാർ, ശക്തന്മാർ, ഉന്നതന്മാർ ഉശിരോടെ എഴുന്നേറ്റ് വരട്ടെ. അമ്മേ, ദൈവദാസനെ, അപ്പാ, ഞാനിത് പറയട്ടെ, ശപിക്കരുത്, തള്ളരുത്, താങ്ങി എഴുന്നേൽപ്പിക്ക്. ബാക്കി ദൈവം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ മക്കളെ, ദൈവദാസനെ, നിങ്ങളുടെ സഭയിലെ തളർന്നുപോയ വിശ്വാസിയെ നമുക്ക് താങ്ങി എഴുന്നേൽപ്പിക്കാമെന്ന്. ബാക്കി ദൈവം ചെയ്യട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് താങ്ങി എഴുന്നേൽപ്പിച്ചോ, ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞ ദൈവമേ, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈ മാസാവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ താങ്ങി എഴുന്നേൽപ്പിക്കുന്നൊരു മഹാദൈവം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ജൂൺ മാസത്തിലേക്ക് ഈ ദൂതിനെ സ്വീകരിക്കുകയാണ്. അടുത്ത മാസം ഉപവാസത്തോടെ മുഴങ്കാലും മേലിരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, വീണുപോയവരെ, തളർന്നവരെ, തോറ്റുപോയവരെ ഞങ്ങളുടെ ഒരു ശ്രമം കൂടി നടത്താം താങ്ങി എഴുന്നേൽപ്പിക്കാൻ. അങ്ങല്ലേ പറയുന്നത്, അങ്ങയുടെ വചനമല്ലേ പറയുന്നത്. ഞങ്ങൾ താങ്ങി എഴുന്നേൽപ്പിക്കുന്നവരെ എൻ്റെ കർത്താവ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വലിയ ജാതിയാക്കി, വലിയ പ്രഭുക്കന്മാരാക്കി. കർത്താവ് വരാൻ താമസിച്ചാൽ ലോകത്തിൻ്റെ ബിരിമാറിൽ ശ്രേഷ്ഠരായി, മാന്യരായി, ഭക്തരായി നിൽക്കുന്നത് കാണാനിടയാകണമേ. ഞങ്ങൾക്ക് കർത്തൃദാസന്മാർക്കും ആ ഭാഗ്യം തരണമേ. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ദൂത് സിദ്ധിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.